അത് ഒരുപാട് പേര് വിട്ടുപോകുന്നത് അല്ലെങ്കിൽ മറന്നു പോകുന്നത് ഒരു കാര്യമാണ്. എല്ലാം ഉപേക്ഷിച്ച് ഒരു 3 പെട്ടിയിൽ നമ്മുടെ ഒരു ലോകം മുഴുവൻ നമ്മൾ ചുരുക്കി പാക്ക് ചെയ്ത് റിയാലിറ്റിയിലേക്ക് കാലെടുത്ത് വെക്കണ ഒരു മൊമെൻ്റ് ഉണ്ട്. ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആ ഒരു വാക്ക് നന്നായിട്ട് ശ്രദ്ധിക്കണം. കണ്ണി കണ്ട എല്ലാവരോടും പറഞ്ഞു നടക്കരുത്. അത് പിന്നെ വലിയൊരു പ്രശ്നമായിട്ട് വരും. ഇത് പറഞ്ഞിത്തിരി സെൻസിറ്റീവ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഹെൽപ്പ് ചെയ്യണവർക്ക് മടുപ്പ് വരണ അല്ലെങ്കിൽ അവരുടെ തലയിൽ കയറി ഈ കുട്ടികൾ നിരങ്ങുന്ന ഒരു ഇതൊക്കെ വരും. അത് ഇവിടെ വന്ന് അനുഭവിച്ചിട്ടുള്ളവർക്ക് ഡൗൺ ആവാനും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കാനും എല്ലാവർക്കും പറ്റും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളായില്ലേ നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട്. നാട്ടിലൊക്കെ പോയേക്കണ കാരണം കൂടുതൽ വ്ളോഗ്സും അതേപോലെ തന്നെ ഷോർട്സൊക്കെ ആയിരുന്നു ഇപ്പോൾ റീസെൻ്റായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, എപ്പോഴും വരാറുള്ള പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ അധികം വൈകാണ്ട് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് എടുക്കണതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് റീസെൻ്റായിട്ട് ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലൊക്കെ ആയിട്ട് ഒരുപാട് ക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി കാനഡയിലേക്ക് ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എസ്പെഷ്യലി ഇനി സെപ്റ്റംബറിൽ സ്റ്റുഡൻസിൻ്റെ വലിയ ഇൻടേക്കാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ നിന്ന് കാനഡയിലേക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള കുറച്ച് കാര്യങ്ങളും ഇവിടെ വന്നാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പുതിയൊരു കൺട്രിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ വ്യത്യാസമാണല്ലോ. അപ്പോൾ അതെന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പിന്നെ ഞാനിപ്പോൾ ഇതിൽ പറയാൻ പോണ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ അറിയണ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്നോ പരിചയമുള്ളവരൊക്കെ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാവാം. പക്ഷേ ഒരുപാട് പേരെങ്കിലും കൂടുതൽ ശ്രദ്ധിക്കാതെ പോണ ചില മേഖലകളുണ്ട്. അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കൂടി ഞാൻ ആദ്യമേ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാണ്. അതായത് നമ്മുടെ ലൈഫിൽ തന്നെ നടക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ട്രാൻസിഷനാണത്. നമ്മുടെ നാടും നമ്മുടെ വീടും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിൽ നിന്ന് നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്ക്, നമുക്കൊട്ടും പരിചയമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൊണ്ടും നമുക്കൊരു കാര്യം അറിയാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ മൂവ് ചെയ്യണത്. അപ്പോൾ അത് എന്തായാലും ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ടുകൾ വരണ ഒരു മേഖലയാണത്. അപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർക്കും ഡൗട്ട് ഇപ്പോൾ ട്രാവൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും. അതായത് എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പാക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ പെട്ടികൾ, ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർക്കുള്ളത്. പക്ഷേ ഇതൊക്കെ നമ്മൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി ചെയ്യും. ഇപ്പോൾ പല വീഡിയോസ് കണ്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ചിട്ടാണെങ്കിലും മുൻപ് പോയിട്ടുള്ളവരോടാണെങ്കിലും ചോദിച്ചിട്ട് എല്ലാവരും ചെയ്യും. അതൊരു വളരെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ വരുന്ന സ്ഥലം കാനഡയിൽ തന്നെ ഒണ്ടാരിയോ ആണ്. അതിലെവിടേക്കാണ് നിങ്ങൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തിനെ പറ്റി മിനിമം ഒരു ചെറിയ റിസർച്ച് നടത്താണ്ട് നിങ്ങൾ ആരും എന്തായാലും കയറി പോരില്ലല്ലോ. അപ്പോൾ അതൊക്കെ എന്തായാലും ഒന്ന് അന്വേഷിക്കുക. അവിടുത്തെ വെതർ ഇപ്പോൾ എങ്ങനെയാണ്, പിന്നെ അവിടെ വെതറിൻ്റെ എക്സ്ട്രീമിറ്റീസ് എങ്ങനെയാണെന്ന് നോക്കുക. അതായത് ഭയങ്കര തണുപ്പ് വരുമ്പോൾ എത്രത്തോളം തണുപ്പ് വരും, ചൂട് വരുമ്പോൾ എത്രത്തോളം ചൂട് വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ലോത്തിങ് കാര്യങ്ങൾ, പിന്നെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് വേണ്ട ആക്സസറീസ്, നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ട് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ പഠിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ എന്തായാലും അന്വേഷിച്ച് കണ്ടെത്തി സെറ്റായിട്ടായിരിക്കും വരിക. പിന്നെ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ഇവിടെ ഒരു ബാങ്കിൽ പോയി നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ സെറ്റാക്കണം, പിന്നെ സിൻ എടുക്കണം. അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള കംപ്ലീറ്റ് ഡോക്യുമെൻറ്റേഷനും എന്തൊക്കെ നിങ്ങൾ കാനഡയിൽ വന്നിട്ട് ആദ്യത്തെ ദിവസങ്ങളിൽ ചെയ്യണം എന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ മുകളിൽ ഐ കാർഡ്സിൽ ഞാൻ അത് ഇടാം കേട്ടോ. അപ്പോൾ അതും നിങ്ങൾ മറക്കാണ്ട് ഒന്ന് കണ്ടോളൂ. അതേപോലെ തന്നെ എന്തൊക്കെ കൊണ്ടുവരണം എന്തൊക്കെ കൊണ്ടുവരണ്ടെന്നുള്ള ബാക്ക് പാക്കിംഗ്, കാനഡ ബാക്ക് പാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ 3 വ്ളോഗ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്റർ സമയത്ത് വരേണ്ടതും അതേപോലെ തന്നെ അല്ലാത്ത സമയത്ത് വരേണ്ടതായിട്ട് 2 എണ്ണമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ കാർഡ്സിലും കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നത് മെയിനായിട്ട് ഇതിനെക്കുറിച്ച് എന്നല്ല, കൂടുതൽ ആൾക്കാരും മറന്നു പോണ അല്ലെങ്കിൽ വിട്ടുപോണ ഒരു കാര്യമാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു സർവൈവലിന് വേണ്ടിയുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് മെൻ്റൽ പ്രിപ്പറേഷൻസ് ഇങ്ങനെ റീലൊക്കേഷന് വേണ്ടി ചെയ്യണം. അത് ഒരുപാട് പേര് വിട്ടുപോണത് അല്ലെങ്കിൽ മറന്നു പോകുന്നത് ഒരു കാര്യമാണ്. പക്ഷെ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ഷോർട്ടൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ബോറടിക്കില്ലെന്ന് വിചാരിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ബോറടി ആയിട്ട് തോന്നും. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അത് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അതിലൊന്നാമത്തെ കാര്യമാണ്,
നമുക്ക് നല്ല സ്ട്രെസ് വരുന്ന ഒരു സമയമാണ്. കാരണം എല്ലാം ഉപേക്ഷിച്ച് ഒരു 3 പെട്ടിയിൽ നമ്മുടെ ഒരു ലോകം മുഴുവൻ നമ്മൾ ചുരുക്കി പാക്ക് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്താ പറയുക, സ്ട്രെസ് ഔട്ട് ആവേണ്ടിയിരിക്കുക, എല്ലാം നല്ലതിന്, എൻഡ് ഓഫ് ദി ഡേ ഇതെല്ലാം നല്ലതിനായിരിക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ നമ്മൾ ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് സമാധാനമായിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ചെയ്യണം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ജോലി, പിറ്റേ ദിവസം ക്യാഷ് കിട്ടി തുടങ്ങും, ലൈഫ് ഫുൾ സെറ്റിൽ ആവും എന്നുള്ള ആ ഒരു മൈൻഡിൽ വരാണ്ട് ഇവിടെ വന്ന എന്തായാലും സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക പുതിയതായിട്ട് പഠിക്കേണ്ടി വരും. പഠിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറന്ന് വീണ്ടും പഠിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുതിയത് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനോടൊക്കെ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് ഓക്കെ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ ഇതിനോടൊക്കെ അഡ്ജസ്റ്റ് ആവണം എന്നുള്ളൊരു കാര്യമില്ലേ, അത് നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഇവിടെ സർവൈവ് ചെയ്ത് പോകാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ചയ്ക്ക് ചിലപ്പോൾ നമുക്ക് ആ ഒരു നല്ല എക്സൈറ്റ്മെൻറ്റ്, പുതിയ സ്ഥലങ്ങൾ, പുതിയ കാര്യങ്ങൾ, ഒരുപാട് കാലമായിട്ടുള്ള നമ്മുടെ ഡ്രീം ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു ഫോറിൻ കൺട്രിക്ക് വരണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കാരണം ഒരു 1-2 ആഴ്ചയ്ക്ക് നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു റിയാലിറ്റിയിലേക്ക് കാലെടുത്ത് വെക്കണ ഒരു മൊമെൻ്റ് ഉണ്ട്. ആ ഒരു മൊമെൻറ്റിൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട പോലെ തോന്നാം, നമ്മുടെ ഫാമിലീനെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാം, നമ്മുടെ ഫ്രണ്ട്സ്, എസ്പെഷ്യലി നിങ്ങളൊരു 18 വയസ്സെങ്കിലും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ കൂടുതൽ അങ്ങനെയായിരിക്കും. അങ്ങനെ വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളുടെ ആ ഒരു പണ്ടത്തെ ലൈഫൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര മിസ്സിങ് ഒരു സ്റ്റേജൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ എന്താ പറയുക കുറച്ച് ക്വാളിറ്റി ടൈം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അത് നിങ്ങൾക്ക് വേണ്ടി തന്നെ ആ ഒരു ക്വാളിറ്റി ടൈം കണ്ടുപിടിച്ച് അതെങ്ങനെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിക്കണം. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾ പരിചയപ്പെടുന്ന ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജ്, ചിലപ്പോൾ അത് നിങ്ങളുടെ തന്നെ മീ ടൈം ആയിരിക്കാം. മീ ടൈം എന്ന് വെച്ചാൽ നമുക്ക് തന്നെ നമുക്ക് വേണ്ടി ഇരിക്കുന്ന കുറച്ച് സമയമുണ്ടല്ലോ. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മീ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനും ആ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആവുന്നതും. ഞാൻ അങ്ങനെയാണ് എൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കളയണ ഒരു സമയം. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വേണ്ടി തന്നെ നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ടും കൂടുതൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ വന്നിട്ട് ചിലരെങ്കിലും പാരൻസിനൊക്കെ വിഷമമുണ്ട്, ഇങ്ങനെ മക്കൾ വിളിക്കുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ കോൺടാക്ട് ഒന്നും ചെയ്യാറില്ല, അങ്ങനെയല്ല, നമ്മുടെ റെഗുലർ അപ്ഡേറ്റ്സ് അവർക്കും കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈവൻ നമ്മൾ ബുദ്ധിമുട്ടാണ്, നമുക്ക് ഭയങ്കര സ്ട്രഗിൾസ് ആണ്, ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ഇഷ്യൂസ് എന്തായാലും അതൊന്നും അവരും കൂടി ആയിട്ടൊന്ന് ഓപ്പൺ ആയിട്ട്, ഇപ്പോൾ ചിലർക്ക് പാരൻസിനോട് പറയാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമ്മൾ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആ ഒരു വാക്ക് നന്നായിട്ട് ശ്രദ്ധിക്കണം. കണ്ണി കണ്ട എല്ലാവരോടും പറഞ്ഞു നടക്കരുത്, അത് പിന്നെ വലിയൊരു പ്രശ്നമായിട്ട് വരും. നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ആ ഒരാളോട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറയുമ്പോൾ നമുക്കൊരു വെന്റിലേഷൻ പ്രോസസ്സാണ് നടക്കണേ. നമ്മുടെ ഉള്ളിൽ കിടന്നത് ഇങ്ങനെ തിക്കിമുട്ടാണ്ട് നമുക്ക് ഒരാളോട് അത് ഷെയർ ചെയ്യുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ നോക്കുക. ചിലവർക്ക് പക്ഷെ ഇതൊന്നും ബാധിക്കാണ്ട് ഈസി ആയിട്ട് കടന്നു പോണവരുണ്ടാവും കേട്ടോ. അങ്ങനെ പോണവർ ഭാഗ്യവാന്മാർ, അത്ര എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ഇങ്ങനെ സ്ട്രെസ് ചെയ്യണവർ കുറച്ച് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കിപ്പോൾ പേഴ്സണലി ഞാൻ മീറ്റ് ചെയ്തവരിൽ ഒരുപാട് പേര് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാവുമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇവിടെ വന്നാൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിശ്വസിക്കാൻ പറ്റാവുന്ന കുറച്ച് നെറ്റ്വർക്ക്സ് നമ്മൾ കണ്ടുപിടിച്ച് അതിലൊന്ന് ആക്റ്റീവ് ആവാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഓരോ ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ കൾച്ചറൽ സെൻറ്റേഴ്സ്, YMCA, സാൽവേഷൻ ആർമി, അങ്ങനെ ന്യൂ കമേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു കാനഡയിൽ നല്ല ഏത് രാജ്യത്ത് പോയാലും ന്യൂ കമേഴ്സിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് ഓർഗനൈസേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് നിങ്ങളുടെ എന്താണ് നീഡ്, ഇപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ജോലി കണ്ടുപിടിക്കാൻ ആദ്യത്തെ സമയം നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻസ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കുക. പിന്നെ എനിക്ക് എന്താ പറയാനുള്ളതെന്നറിയോ, ഇത് പറഞ്ഞിത്തിരി സെൻസിറ്റീവ് ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തായാലും എല്ലാവരും ചെയ്യണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. മാക്സിമം നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ നോക്കുക. കാര്യം ശരിയാണ്, ഒരാളുടെ പോലെ ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ ലൈഫിലൊന്നും സർവൈവ് ചെയ്ത് പോകാൻ പറ്റില്ല. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരാളിൽ തന്നെ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരിൽ നമ്മൾ ഡിപ്പെൻഡ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ലോങ് പിന്നെ നമ്മൾ അങ്ങനെ ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അതെനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോയിൽ പറയണമെന്ന് തോന്നിയോണ്ട് മാത്രം പറയാണ്. എല്ലാവർക്കും ഇത് അനുഭവം ആവണമെന്നില്ല. നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഒരു ഷെയറിംഗ് വീടൊക്കെ ആയിരിക്കും മിക്കവരും എടുക്കുക. കാരണം എക്സ്പെൻസ് ഒക്കെ ഒന്ന് സെറ്റിൽ ആവണവരെ. അപ്പോൾ നമ്മൾ ഷെയറിംഗ് ഹൗസൊക്കെ എടുക്കുമ്പോൾ അതിൽ പല പ്രായക്കാരുണ്ടാവും. എന്താ പറയുക, +2 കഴിഞ്ഞ് ഡയറക്റ്റ് വന്ന പിള്ളേർ തൊട്ട് അത്യാവശ്യം നല്ല മെച്യൂർ ആയിട്ടുള്ള ആൾക്കാർ വരെ, അങ്ങനെ ഒരു പല മിക്സഡ് കാറ്റഗറി ആയിരിക്കും അത്. അപ്പോൾ മിക്ക സ്ഥലങ്ങളിലും നല്ല സ്മൂത്തായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പോകും. പക്ഷേ സ്മൂത്ത് ആവാണ്ട് പോണ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഷെയറിംഗ് ഹൗസിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന സ്ഥലങ്ങളുണ്ട്. ചിലപ്പോൾ കുഞ്ഞു കുട്ടികളല്ല, ഒരു 17-18 വയസ്സൊക്കെ റേഞ്ചിൽ വരുന്ന പിള്ളേരെ കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഭയങ്കര മിസ്സിങ് ആയിരിക്കും, അവർക്കൊന്നും അറിയുണ്ടാവില്ല.
അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്തൊക്കെ വരുമ്പോൾ ഈ മുതിർന്നെന്ന് പറഞ്ഞാൽ കുറച്ച് ഈ നമ്മുടെയൊക്കെ ഒരു പ്രായമുള്ള ആൾക്കാരൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അവരെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഈ ഹെൽപ്പ് ചെയ്ത് അവർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡബിൾ ആവും. ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ പാരൻസ് ആണ്, നിങ്ങളുടെ മക്കളൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണം. അവർക്ക് ഇപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കാനും അവരുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക്, അപ്പോൾ അവരുടെ ലോണ്ടറി ചെയ്യുക, അവരുടെ ആയിരിക്കുന്ന സ്പേസ് ക്ലീൻ ചെയ്യാനും അങ്ങനത്തെ ഒരു ബേസിക് ട്രെയിനിങ്ങെങ്കിലും കൊടുത്തിട്ട് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് ഒറ്റയ്ക്ക് മക്കളെ പറഞ്ഞയക്കണം കേട്ടോ. കാരണം അതല്ലെങ്കിൽ ഇപ്പം അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ ഹെൽപ്പ് ചെയ്യണവർക്ക് മടുപ്പ് വരണ, അല്ലെങ്കിൽ അവരുടെ തലയിൽ കയറി ഈ കുട്ടികൾ നിരങ്ങുന്ന ഒരു ഇതൊക്കെ വരും. അത് ഇവിടെ വന്ന് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജ് വരും. പിന്നെ അതവിടെ ഒരു കോൺഫ്ലിക്റ്റായി, അടിയിടി ബഹളായി ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് അതങ്ങനെ നോക്കുക. മറ്റൊരാളെ മാക്സിമം ഡിപ്പെൻഡ് ചെയ്യാണ്ട് മറ്റൊരാളെ നിങ്ങളുടെ ശീലങ്ങൾ കൊണ്ടും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഉറങ്ങണില്ല, രാത്രി നിങ്ങൾക്ക് ലേറ്റ് ആയിട്ട് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് ആകെ 3-4 മണിക്കൂർ രാത്രി വന്ന് കിടന്ന് ഉറങ്ങണം, അവരെ ശല്യം ചെയ്യാതിരിക്കുക. അങ്ങനെ നമ്മൾ ബേസിക് ആയിട്ട് നമ്മളൊരു വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കോമൺ സെൻസിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ട് വരുന്ന കുറച്ച് മര്യാദകളുണ്ട്. അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒന്ന് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമല്ല, പക്ഷെ അങ്ങനത്തെ ആൾക്കാരും ഒരുപാട് പേര് ഇവിടെ എന്നല്ല എവിടെയും ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് അങ്ങനെ കുട്ടികൾ കയറി വരുമ്പോൾ ആദ്യമേ ആരൊന്നും പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുട്ടികളല്ലേ, അവർക്കൊന്നും അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിടും. പിന്നെ അവസാനം ഇതെല്ലാം കൂടി വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാക്കാണ്ടിരിക്കുക. പിന്നെ പാരൻസിന് എപ്പോഴും പറ്റുന്ന ഒരു കാര്യമുണ്ട്, അത് പഠിച്ചോളും, അവർ ഒറ്റയ്ക്ക് ആയി കഴിഞ്ഞാൽ എല്ലാം പഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് ട്രെയിനിങ് ഒന്നും കൊടുക്കാണ്ട് ഇവിടെ വന്നിട്ട് പിള്ളേരൊക്കെ ശരിയാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറ്റി അയക്കണ കുറേ പാരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. മക്കളൊന്ന് ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ട്. മക്കൾ ഇൻഡിപെൻഡൻ്റ് ആക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനത്തെ ട്രെയിനിങ് വീട്ടിൽ നിന്നാണ് കൊടുക്കേണ്ടത്. ചില കുട്ടികൾക്ക് ഇവിടെ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ സംസാരിക്കണമെന്നോ എങ്ങനെ പെരുമാറണമെന്നോ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പോലും അറിയാത്ത കുട്ടികൾ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മക്കളെ അങ്ങനത്തെ ഒരു ഇതിലേക്കൊക്കെ വിടാണ്ട് പ്രത്യേകം ഒന്ന് പാരൻസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതും നന്നായിരിക്കും. പിന്നെ ഇങ്ങനത്തെ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ വരുമ്പോൾ അതിപ്പോൾ ഏത് പ്രായക്കാരാണെങ്കിലും ഈ ഇങ്ങനത്തെ രാജ്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിലത്തെ പോലെ റെസ്ട്രിക്ഷൻസ് അങ്ങനെ അധികം ഇല്ലാത്ത, ഫ്രീ ആയിട്ട് ഭയങ്കര ഫ്രീഡത്തോടു കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ വരുമ്പോൾ എല്ലാത്തിലേക്കും എടുത്തു ചാടാണ്ട് ആദ്യം എല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇതിൻ്റെയൊക്കെ നമ്മളിതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇത് നമ്മുടെ ലൈഫിനെ എങ്ങനെയൊക്കെ ബാധിക്കാം, അങ്ങനെ ചെറിയ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്തിട്ട് അത് എന്തിലേക്ക് ആയിക്കോട്ടെ ആ കാര്യങ്ങളിലേക്ക് ഒന്ന് പോവുക. നമുക്ക് എന്താണോ ഹെൽത്തി അത് മാത്രം ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിപ്പോൾ റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ശീലങ്ങളായിക്കോട്ടെ, നമ്മളുടെ ജീവിത രീതി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഹെൽത്തി, അത് നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർക്കും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം തൽക്കാലം ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അതായിരിക്കുമല്ലോ എല്ലാവർക്കും ഇത്തിരി കൂടി ഒന്ന് നന്നായിട്ട് വരാം. പിന്നെ ഈ ഒറ്റപ്പെടൽ, ലോൺലിനെസ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള കാര്യം പറഞ്ഞല്ലോ, നമുക്ക് ഇങ്ങനത്തെയുള്ള ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലും ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസ് അല്ലെങ്കിൽ കൾച്ചറൽ കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ നെറ്റ്വർക്ക്സ് ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് നിങ്ങളുടെ അങ്ങനത്തെ സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ അതല്ല നിങ്ങൾക്ക് ആർട്സ്, ഡാൻസ്, ക്രാഫ്റ്റ് അങ്ങനത്തെ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഏതൊരു സ്റ്റേജിലാണെങ്കിലും നിങ്ങളെ തന്നെ സ്വയം ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല, എനിക്ക് ഏത് നേരത്തെ ഇങ്ങനെ ഈ ഒരു തീരുമാനം എടുക്കാൻ തോന്നിയത്, അല്ലെങ്കിൽ എനിക്കിത് വേണ്ടായിരുന്നു, നാട്ടിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു, അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കാൻ എല്ലാവർക്കും പറ്റും. അങ്ങനെ ഒന്ന് ഡൗൺ ആവാനും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കാനും എല്ലാവർക്കും പറ്റും. പക്ഷെ മറിച്ച് ഈ ഒരു സാധനം നമുക്ക് ഇങ്ങനെയും കൺവേർട്ട് ചെയ്യാം. എന്തായാലും ഞാൻ വന്നു, അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം, എനിക്ക് എന്നെ തന്നെ ഡെവലപ്പ് ചെയ്യാം, എൻ്റെ സ്കിൽസ് എനിക്ക് തന്നെ ഇമ്പ്രൂവ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് കുറച്ചും കൂടി ആ ഒരു രീതിയിലേക്ക് ഒന്ന് നമ്മളുടെ സ്കിൽസിനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. പിന്നെ ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മളിങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ആദ്യമേ തന്നെ ഒരു ജോലി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. ഭാഗ്യമുള്ളവർക്കും എന്താ പറയുക, തലവരെയുള്ളവർക്കും വേഗം കിട്ടിപ്പോവാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല കോൺടാക്ട്സ് ഉണ്ട്, ഭയങ്കര സ്ട്രോങ് ആണ്, അവർ നിങ്ങൾക്ക് വേണ്ടി റെഫർ ചെയ്ത ജോലി കിട്ടും, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണെങ്കിൽ കാര്യങ്ങൾ ഭയങ്കര ഈസി ആയിട്ട് മുന്നോട്ട് പോകും. ഇനി അതല്ല, നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് കോൺടാക്ട്സും കാര്യങ്ങളൊന്നും ഇല്ല, ആദ്യമായിട്ട് വന്നിട്ടാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് ഒരു ജോലി കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഇത്തിരി സമയമെടുക്കും. അപ്പോൾ എന്തായാലും ഇതൊക്കെ സമയമെടുക്കണ കാര്യങ്ങളാണ്. ചിലപ്പോൾ സമയമെടുക്കാം, ചിലപ്പോൾ സമയമെടുക്കില്ല. അതൊക്കെ ഓരോരുത്തരുടെ ലക്കും അവരുടെ എഫേർട്ടും ഒക്കെ പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുക, എന്തായാലും നിങ്ങൾ നാട്ടിൽ നിന്ന് വരണേക്കാളും മുന്നേ തന്നെ കനേഡിയൻ ആസ്പെക്റ്റിലുള്ള ഒരു നല്ല CV കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം. ഇവിടെ വന്ന് നിങ്ങൾ ഇറങ്ങി ആ ഒരു ബാങ്ക് അപ്പോയിൻമെൻറ്റും അതുപോലെ തന്നെ അങ്ങനത്തെ അതേ കാര്യങ്ങളോടൊപ്പം തന്നെ നിങ്ങൾ ജോബ് സെർച്ചും തുടങ്ങുക.
ഇപ്പോഴും വന്നിട്ട് ഒരു വർഷമായിട്ടും ജോലിയും അവേഴ്സൊക്കെ കിട്ടാത്ത ആൾക്കാർ സ്റ്റിൽ ഇവിടെ ഉണ്ട്. അത് എഫേർട്ട് എടുക്കാണ്ടല്ല, ചിലപ്പോൾ നിങ്ങൾ വന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയായിരിക്കും, നിങ്ങളുടെ ക്ലാസ് ഷെഡ്യൂളുകളുടെ പ്രത്യേകതയായിരിക്കും, അതൊക്കെ ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് അത് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ വന്ന് ഇതൊക്കെ നേരിട്ട് കണ്ട എക്സ്പീരിയൻസ് ചെയ്ത ഒരാളെന്ന നിലയിൽ എനിക്ക് നന്നായിട്ടത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് പറയണേ, നിങ്ങൾ വന്നിറങ്ങിയ ആ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു ജോബ് സെർച്ചും കാര്യങ്ങളൊക്കെ നോക്കുക. സമയമെടുക്കും, പക്ഷേ എന്താ പറയുക, ക്ഷമ ആട്ടിൻ്റെ സൂപ്പിൻ്റെ ഫലം തരുന്നതാണല്ലോ. അപ്പോൾ ക്ഷമയോട് കൂടി എല്ലാം വെയിറ്റ് ചെയ്യുക. കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഒരുപാട് ഫ്രണ്ട്ഷിപ്സ്, കോൺടാക്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. കാരണം നമ്മുടെ ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ വിട്ടുമാറി പിന്നെ ഈ വരുന്ന ഒരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും പല കാര്യങ്ങളിലും. നമ്മുടെ ഫാമിലിയുടെ പോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് അത് നന്നായിട്ട് ഫോം ചെയ്യാൻ നോക്കുക. ഇനി ഇപ്പോൾ ചിലർക്ക് എല്ലാ ഫ്രണ്ട്ഷിപ്സും പറ്റണമെന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളായിരിക്കുന്ന ആ ഒരു ഷെയറിങ് ഹൗസിലോ കാര്യങ്ങളിലോ നമുക്കെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആർഗ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ തല്ലുണ്ടാക്കാനോ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ മുതിരാണ്ട് നിങ്ങൾ അതിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക. അതായിരിക്കും എപ്പോഴും ഹെൽത്തി ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് എന്താണോ വേണ്ടത്, നമ്മുടെ സ്വന്തം കാര്യം നോക്കി നമ്മൾ അങ്ങനെ പോകാൻ നോക്കുക. ഇതൊക്കെ ഞാൻ പറയണതേ ഇപ്പം നിങ്ങൾ വിചാരിക്കും വലിയ ഉപദേശി വന്നിരിക്കണോ അല്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ആദ്യമായിട്ട് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇങ്ങനത്തെ ഒരു രാജ്യത്തേക്ക് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാനിവിടെ വന്ന് കണ്ടതും കേട്ടതും എൻ്റെ അനുഭവങ്ങളും ഒക്കെ തന്നെയാണ് ഞാനിതിൽ പലതിലും പറയണത് കേട്ടോ. ഇതെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. കാരണം ചിലപ്പോൾ 25-26 വയസ്സൊക്കെ കഴിഞ്ഞ് നിങ്ങൾ അത്യാവശ്യം ജീവിതം എന്താണെന്ന് പഠിച്ചിട്ട് ഇവിടെ വരുന്നവർക്കാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ് വന്ന് അല്ലെങ്കിൽ അങ്ങനെ വളരെ യങ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഇതിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരെ കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ ഇല്ലാണ്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രണ്ട്സ് ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്കൊക്കെയാണ് വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനും. അപ്പോൾ അതൊക്കെ പതുക്കെ നമ്മൾ പോലെ അറിയാണ്ട് നമ്മുടെ ആ ഒരു മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു മെൻ്റൽ വെൽബീയിങ് എന്നൊക്കെ പറയില്ലേ, അതിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്ത് തുടങ്ങും. നമ്മൾ ആദ്യമൊക്കെ കുറേ കാര്യങ്ങൾ പോട്ടെ എന്ന് വിചാരിച്ചിരിക്കും. പക്ഷേ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ പോലെ അറിയാണ്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും നമ്മളുടെ മൊത്തത്തിൽ ആ ഒരു ഹാപ്പിനെസ്, ഒരു വെൽബീയിങ് എന്നൊക്കെ പറയുന്ന ആ ഒരു സ്റ്റേറ്റില്ലേ, അതിനൊക്കെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതെന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനോട് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓഫ് കോഴ്സ് നിങ്ങൾ എന്തായാലും അതൊക്കെ കമന്റ് ബോക്സിൽ ഇടണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഞാനിരുന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ തന്നെ ആണെന്നില്ലല്ലോ, ഇതൊക്കെ എൻ്റെ ഒരു വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിനേക്കാളും സിമിലർ ആയിട്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഈ വീഡിയോസ് കാണുന്നവർക്കും അതുപോലെ തന്നെ കമന്റ് വായിക്കുന്നവർക്കും അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്ക് നിങ്ങളോട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എല്ലാവരും വിട്ടുപോകണ ഈ കുറച്ച് മെൻ്റൽ പ്രിപ്പറേഷൻസും ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ എങ്ങനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള ആ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇനി വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാം. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അങ്ങനെ കമൻറ്റ് അല്ലെങ്കിൽ ഒരു ഡൗട്ട് ചോദിക്കാൻ താല്പര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഞാൻ ചാനലിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇമെയിൽ അയക്കാം. ഇനി അതും വേണ്ട, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിന് എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. എൻ്റെ പേര് സെയിം തന്നെയാണ്, യൂട്യൂബിലെ സെയിം നെയിം തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലുള്ളത്, വിനീഷ്യ റോസ്. അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. പക്ഷേ ആദ്യമേ പറഞ്ഞ പോലെ ഹേയ് ഹായ് അങ്ങനെയൊക്കെ പറഞ്ഞ മെസ്സേജ് എനിക്കറിയില്ല നിങ്ങൾ എന്തിനാണ് മെസ്സേജ് അയക്കണേന്ന്. അങ്ങനത്തെ മെസ്സേജുകൾ ഒരുപാട് വരണമായിരുന്നു, ഞാൻ അതിന് റിപ്ലൈയും കൊടുക്കാറില്ല. പക്ഷെ നിങ്ങൾ വ്യക്തമായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഡൗട്ട്സോ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെക്കൊണ്ട് അറിയണ കാര്യങ്ങളും പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ എന്തായാലും പറഞ്ഞു തരാം അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ഒക്കെ ഇതേപോലെ കാനഡയിലേക്കോ വേറെ രാജ്യങ്ങളിലേക്കൊക്കെ ഈ അടുത്ത കാലത്ത് റീലൊക്കേറ്റ് ചെയ്യാനും മൂവ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തൊട്ടടുത്ത് പോകുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് യൂസ്ഫുൾ ആവട്ടെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രീ അല്ലേ, ഒരു ലൈക്കും ഒരു സബ്സ്ക്രിപ്ഷനൊക്കെ തന്നേക്ക്, എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു കാര്യം കൂടി പറയാൻ മറന്നു, ആ ബെല്ലൈക്കൺ ഒന്ന് നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് ഇടണം, എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യണ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അധികം വൈകാണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചിൽഡ്രൻ എല്ലാവർക്കും ബൈ.